ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ചക്ക കൊണ്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കച്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കി കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചക്കച്ചോളം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ട് വൃത്തിയാക്കി വെച്ചേക്കണ ചുളകളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് അരച്ചു വെച്ചേക്കണ ചക്കയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതിനെ കളറിനായിട്ട് ടൈഗറിൻ്റെ ബദാം മിക്സിൻ്റെ യെല്ലോ കളറ് 2 തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കൂടി കളർ കിട്ടാൻ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ചക്ക നല്ല പഴുത്ത ചക്കയായിരുന്നു, നല്ല മധുരമുള്ള ചക്കയാണ്. പിന്നെ വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വേറെ മധുരമൊന്നും ചേർത്തുണ്ടായിരുന്നില്ല. പക്ഷേ മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നല്ല അടപ്പുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ആ മിക്സ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ സെറ്റാവാൻ വെക്കണം. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഐസ്ക്രീം എടുത്ത് നോക്കിയപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സീസണിൽ ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ചക്ക കൊണ്ട് ഇതേപോലെ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.